ജഗു ജനിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. സരിത പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മള് കടലപ്പരിപ്പ് പായസാണ് വെക്കാൻ പോണത്. ഞാവൽപ്പഴൊക്കെ നിങ്ങൾ എവിടെ ഇരിക്കണല്ലോ എന്നെ ഓർക്കും. അവനെന്തിനാ പാലടാന്നും കടലപ്പരിപ്പ് ഒന്നും അറിയില്ല, തിരിച്ചറിയാനുള്ളതില്ല. ജഗുവിനെ ഇനി എന്തില്ല ഞാൻ തല്ലി കൊല്ലും. എന്റെ തെറ്റുകളൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞ് ഈ ഹിമാലയത്തിന്റെ അത്രയ്ക്ക് ഉയരണ്ടാവും. ശരി കേട്ടോ. പായസത്തിന്റെ കാര്യത്തിൽ ചേട്ടനെ വെട്ടാൻ ഒരാൾക്കും പറ്റില്ലേ. 1 ഐഹ്യ ഇവനെ 2 ഐഹ്യ. പണ്ടത്തെ സദ്യകൾ ഓർമ്മ തന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജഗു ജനിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. 16കാരനായി മാറി. അപ്പോൾ ജഗുവിനോട് ചോദിച്ചു കേക്ക് മുറിക്കണമെന്ന് ചോദിച്ചപ്പോൾ ജഗുവിന് കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാനില്ലെന്ന് വൃത്തിയുള്ളോ പായസം വെക്കണമെന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? നിങ്ങളോട്. എന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ പറയും. പായസം എന്ത് പായസമാണ് വെക്കുക? നമ്മൾ ഒരുവിധം എല്ലാ പായസങ്ങളും വെച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സരിത പറഞ്ഞു കടലപ്പരിപ്പുണ്ടെന്ന്. ഞാൻ എന്നോട് ചോദിച്ചു കടലപ്പരിപ്പ് വീട്ടിലിരിക്കണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ എന്തിട്ട് പലഹാരം ഉണ്ടാക്കാനാണാവോ വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാ നമുക്കിന്ന് കടലപ്പരിപ്പ് പായസം വെക്കാന്ന് പറഞ്ഞു. കടലപ്പരിപ്പ് പായസം വെക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയണം. അല്ലടാ ജഗുവാ. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ, പായസം വെക്കണമെന്നും പറഞ്ഞില്ല. ജഗു ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞു. അത് ഒരു ബേക്കറിയില് കേറിയപ്പോ അവിടെ ഇല്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് പായസമാണ് വയ്ക്കാൻ പോകുന്നത്. കടലപ്പരിപ്പ് പായസത്തിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. നമ്മുടെ ചരിത്രത്തിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ചരിത്രത്തിൽ തന്നെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പായസമാണ് കടലപ്പരിപ്പ് പായസം. അതായത് നമ്മൾ വരിക്കാശ്ശേരി മനോരം മുന്നിൽ ആർക്കും, ഒരു യൂട്യൂബേഴ്സിന്, ഒരു പാചകക്കാർക്ക് ആർക്കും തന്നെ പറ്റാത്ത ഒരു കാര്യം നമ്മൾ അതിന് മുന്നേ നിന്നിട്ട് നമ്മൾ കടലപ്പരിപ്പ് പായസം വെച്ച് വീഡിയോ ചെയ്തിട്ടില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് പായസനെ വെട്ടാനായിട്ട് ഒരു പായസവും ഇല്ലെന്ന് കൊച്ചിപ്രേമൻ കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാചകക്കാരനായിരിക്കും പറഞ്ഞത്. നമ്മുടെ കടലപ്രഥമനെ വെല്ലാൻ ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. അത് നന്നായി പറയണല്ലോ എപ്പോഴും എപ്പോഴും. നോമിന്റെ കടലപ്രഥമനെ വെല്ലാൻ ഒന്നും ആവില്ല എന്നല്ലേ പറയുന്നത്? പെട്ടെന്ന് പോയി ഓർമ്മ പോയി. നടക്കട്ടെ. കടലപ്രഥമനെ വെട്ടാനായിട്ട് ഒരു പായസത്തിൽ നോമത് മിനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ ഒരു കഥ. ഇതിപ്പോ ഈ ഞാവൽപ്പഴം ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ സരിതിക്ക് ഞാവൽപ്പഴം ഇഷ്ടം പോലെ കൊണ്ടുവരുത്. ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടാ. ഇതൊക്കെ ഓരോ നമ്മുടെ ഈ മറ്റേ കടയിലേക്ക് വരുന്ന അവര് ഈ കടലപ്പരിപ്പ് കൊണ്ടിരുന്നത് ഈ ഞാവൽപ്പഴം കൊണ്ടിരുന്നു, കടച്ചക്ക കൊണ്ടിരുന്നു, എന്തുടൊക്കെയോ കൊണ്ടിരുന്നു വേണമെന്ന് പറഞ്ഞു പോട്ടെ. അപ്പൊ ഇന്ന് ജലജ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്ന് പറയാൻ പറ്റില്ല ഒരു അമ്മ നമ്മള് ഷോപ്പിലുണ്ടായിരുന്നില്ലേ. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിക്കായിരുന്നേ. 1 മണിക്കൂർ കഴിയും എത്താന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ആള് ഞങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറ്റുമുക്കുന്നാണ് അവര് വന്നത്, അമ്മയും മോളും കൂടി. എന്നെ കണ്ട വശം കെട്ടിപ്പിടിച്ചു, കണ്ണൊക്കെ നിറഞ്ഞ ആളുടെ. അപ്പം ആ അമ്മയുടെ മോള് പറയുന്നുണ്ട്, അമ്മ ഇതുവരെ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അങ്ങനെ എന്നിട്ട് എനിക്കിത് തന്നു ഞാവൽപ്പഴം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, നന്നായി പഴുത്തതാ. പിന്നെ അതുപോലെ ഒരു 2-3 ദിവസം മുന്നേ എറണാകുളത്തുനിന്ന് നമുക്ക് സാൽമൺ മീൻ കൊടുത്ത ശേഷം മിനി ചേച്ചിയില്ലേ, ആ മിനി ചേച്ചിയും അവർ ഫാമിലിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ റിലേറ്റീവ് തന്നെയാണ് അനിത എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയും എനിക്കതുപോലെ കപ്പലണ്ടി മിഠായിയും പിന്നെ ഇതും കൊണ്ടുവന്നേ. പിന്നെ അച്ചാറും കൊണ്ടുവന്നു. നമ്മുടെ അല്ലജേണ്ണും ചെറിയേട്ടനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് 2-3 കുപ്പിയിലാക്കിയിട്ട് അച്ചാർ കൊണ്ടുവന്നേ. ഞാവൽപ്പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് ആഘോഷമായിരുന്നു. അപ്പൊ ഈ കടലപ്പരിപ്പ് എല്ലാവർക്കും നന്ദി. ഈ ഞാവൽപ്പഴമൊക്കെ നിങ്ങൾ എവിടെ ഇരിക്കണുണ്ടല്ലോ എന്നെ ഓർക്കും. വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നില്ലെങ്കിലും ഞാവൽപ്പഴം സരിതയ്ക്ക് ഇഷ്ടമാണല്ലോ, അങ്ങനെ ആലോചിക്കും. അപ്പൊ കടലപ്പരിപ്പ് ഇത് കുറച്ച് ദിവസം മുമ്പ് എന്തിനാ സാമ്പാർ പൊടി ഉണ്ടാക്കാനാന്ന് തോന്നുന്നു വാങ്ങിച്ചതാണ്. അപ്പൊ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. 250 ഗ്രാമാണ് കേട്ടോ. ഇതാണ് നമ്മള് ആദ്യം തന്നെ നമുക്കിന്ന് എന്താ പിടിച്ചത് ജഗുവിന് കടലപ്രഥമൻ പായസം കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം. അപ്പൊ നമ്മളിത് കടലപ്പരിപ്പ് നോക്കിയാ ആദ്യം നമ്മള് മൈക്ക് വെച്ചരാം കഴുകണം. നമുക്ക് സാധാരണ നമ്മൾ പരിപ്പ് പായസമാണ് എല്ലാവരും ഉണ്ടാക്കാറ്. കടലപ്പരിപ്പ് പായസം അപൂർവമായിട്ട് ആളുകൾ ഉണ്ടാക്കാറല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മളത് പരിപ്പ് പായസത്തിന് അത്ര ടേസ്റ്റിലായിരിക്കും. ടേസ്റ്റ് ഉണ്ട്. കടലപ്പരിപ്പിനും പായസത്തിന് ടേസ്റ്റ് ഉണ്ട്. പരിപ്പ് പായസത്തിൻ്റെ അത്ര ഇല്ല, എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ട്. ആദ്യം നമുക്കിത് കഴുകിയിട്ട് വറക്കണം.
ഒരു കാര്യം ഉണ്ട് കേട്ടാ. ചേട്ടൻ പായസം ഉണ്ടാക്കണ കാര്യം പറഞ്ഞപ്പോ ജഗ്ഗു പറഞ്ഞു ജഗ്ഗുവിന് പാലട പ്രഥമ മതിയെന്ന്. പാലട ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ചേട്ടൻ ശരിയേക്കാത്ത പോലെ ഇരിക്കുന്നു. കാരണം ചേട്ടൻ അത് ഇഷ്ടമില്ലല്ലോ. അല്ല അത് പഞ്ചസാര പായസം അല്ലേ, അതുകൊണ്ട് പഞ്ചസാര പായസം ഉണ്ടാക്കാൻ ത്രില്ലില്ലേ? പായസം ഉണ്ടാക്കണ ത്രില്ലല്ല, അവന് ഇഷ്ടം അതല്ലേ, അവന്റെ അല്ലേ പിറന്നാള്. അപ്പൊ അവന് ഇഷ്ടം അവൻ കുടിക്കും ഇതാണ് ഇത് പിന്നെ കുടിക്കും. ആണോ? ആ അവനെന്തിനാ പാലടാന്നും കടലപ്പരിപ്പ് പ്രഥമനൊന്നും അറിയില്ലേ, തിരിച്ചറിയാനുള്ളതില്ലേ? നാണം കെടുത്തി ജഗ്ഗുവിനെ അച്ഛൻ. നാണം കെടുത്താനൊന്നുമില്ല. നമ്മള് കൂടിയിൽ തീ കത്തിച്ചിട്ടുണ്ട്, നമുക്ക് അടുപ്പ്. ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യം എനിക്കതാ ഇഷ്ടം, ഞാൻ ഉണ്ടാക്കുള്ളൂ. ചേട്ടാ നമ്മള് നമ്മുടെ ഉരുളി അടപ്പത്ത് വയ്ക്കണം, തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളി അടപ്പത്ത് വയ്ക്കണം. ആദ്യം നമുക്ക് പിന്നെ വറുത്തെടുക്കണം. ഈ സാധനം ഇവർക്ക് ഭയങ്കര പോളിങ് കേട്ടാ. ഈ കാണുന്ന പോലെ ഒന്നല്ല, ഇതിങ്ങനെയായിട്ട് തിന്നുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഒന്നല്ല, ഞാൻ ശിശുവാ. അങ്ങനെ നമ്മൾ കടലപ്പരിപ്പ് പായസം വയ്ക്കാൻ പോവാണ്. നമ്മുടെ ഉരുളി ചെറുതായിട്ട് ചൂടായി. നോക്കിയേ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ മണിയിരിക്കുന്ന വഴിയില്ലേ, അപ്പോൾ അതിലേക്ക് ഒരു സ്വല്പം നെയ്യിലാണ് ഞാൻ ഇത് ആക്കുന്നത് കേട്ടോ. നെയ്യില്ലാണ്ടും വറക്കാം, നെയ്യ് ചേർത്തിട്ട് ആക്കാം. കുരുവിടിട്ട് ഇവിടെ ഞാവൽ പഴം മുളക്കിയോ? ഇല്ലാണ്ട് ഇതിലേക്ക് ഇടണം കേട്ടോ. കടലപ്പരിപ്പ് വറക്കാൻ പോകണം. കഴുകിയ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടുന്നു. ഇനി ഇതിൽ വറക്കണം കേട്ടോ. ഇതിനൊരു ബ്രൗൺ കളറാക്കി തരണം. എന്നിട്ട് ഇത് കുക്കറിൽ വേവിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതിലിട്ട് വേവിക്കാൻ ശരിക്കും എന്തുട്ടിനാ അല്ലേ? വരിക്കാശ്ശേരി മനയിലേക്ക് മറ്റേ തെങ്കാശി അടുപ്പും കുറെ വിറകും പട്ടയും ചകിരിയും ഒക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് എന്തിന്റെ കേടായിരുന്നു. അതൊരു രസം. അത് എത്ര നാളായി ഉണ്ടാവും? അതൊരു 3 കൊല്ലമായി ഉണ്ടാവും. അത് പിറന്നാളിനൊന്നല്ലല്ലോ, വെറുതെ പോയതല്ലേ? 2023 22 3 കൊറോണ കഴിഞ്ഞിട്ടല്ലേ പോയേ? ആ പിറന്നാളുകളിൽ പായസം വയ്ക്കലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും ചെറുപ്പകാലത്ത് പിറന്നാൾ വരാൻ കാത്തിരിക്കും, പായസം വയ്ക്കും നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാ മാസം ആരെയൊക്കെ പിറന്നാളുണ്ടാവില്ലേ? ഇവിടെ അല്ല, ഇവിടെ അല്ല, ആരൊക്കെ പിറന്നാളുണ്ടാവും. പക്ഷെ അരിപ്പായസമൊക്കെ വയ്ക്കുക. അരിപ്പായസല്ലേ, അരിയും ശർക്കര നീരൊക്കെ ശർക്കരയും കൂട്ടിയിട്ട് ഇട്ടിട്ട് പണ്ടത്തെ ഒരു പായസല്ലേ. അവിടെ അച്ഛൻ വയ്ക്കുക. അച്ഛന് പണിയില്ലെങ്കിൽ അച്ഛൻ അടിപൊളിയായിട്ട് പായസം, പരിപ്പ് പായസം അല്ലെങ്കിൽ അടപ്രഥമൊക്കെ കലക്കനായിട്ട് വയ്ക്കും. അച്ഛന് ഒഴിവില്ലെങ്കിൽ അമ്മയുടെ പായസമാണെങ്കിൽ പൊളിഞ്ഞു പരിപാടി. അമ്മയ്ക്ക് പിന്നെ അങ്ങനത്തെ ഇതുകളൊന്നുമില്ല. ഇതൊരു സ്പീഡിൽ അമ്മ ഒരു സാധനം തട്ടിക്കൂട്ടും. അല്ല അങ്ങനെ അരി കൊണ്ട് പായസം ഉണ്ടാക്കി ഓടുന്നില്ല. നമ്മുടെ പിറന്നാളെന്ന് അറിയാറ് പോലും ഇല്ല. പിറന്നാൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴും അമ്മ പറയാം, കഴിഞ്ഞ ആഴ്ചയിലല്ലേ നിന്റെ പിറന്നാള്. ഡേറ്റ് ഓഫ് ബർത്തിന് കാര്യം പിന്നെ അന്ന് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മള് നാള് മാത്രം നോക്കാറുള്ളൂ. ഇന്നിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ ജഗുവിന്റെ. പിറന്നാള് വരുന്നത് 4 അവന്റെ. ഈ വരുന്ന ശനിയാഴ്ച അവിട്ടന്നാള്, മിഥുന മാസത്തിലത്തെ അവിട്ടന്നാളാ. തീക്ക് ഒരു തണുപ്പം മട്ട. ഈ മഴ പെയ്തിട്ടേ നനവുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കൊടുക്കണം, ഊതി. നമ്മുടെ കടലപ്പരിപ്പ് നോക്കിയാൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിച്ചിട്ട് വരും. ഞാൻ ഒരു ആള് പായസം വയ്ക്കുന്നുണ്ട്, കടലപ്പരിപ്പ് പായസം നീ വയ്ക്കുന്നത് കണ്ട സ്ഥലത്ത് ആള് ഇത്ര പായസം വയ്ക്കാൻ ഈ പാത്രം പോരായെന്നു. ഇത് കറക്റ്റാ, കടലപ്പരിപ്പ് പായസം വയ്ക്കുന്നതേ. ഈ കടലപ്പരിപ്പ് വേവിക്കാൻ ഇതാക്കാണ്ട് ഇങ്ങനെ വറക്കാണ്ട് നേരെ കുക്കറിലിട്ട് വേവിച്ചിട്ട് പായസം ഉണ്ടാക്കുക. അപ്പൊ അത് അങ്ങനെ വെന്ത് അരഞ്ഞു പോലേ. അതൊന്നും വാരം നോക്കുന്നതൊക്കെ ഇതിനേക്കാളേ വലിപ്പമുള്ള ഒരു ഉരുളി വേണം ശരിക്കും പായസം ഉണ്ടാക്കാൻ. ചെറുതാ. ചെറിയ കുടുംബത്തിൽ ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാവരും കണ്ടമാനം കഴിക്കണമെന്നില്ലല്ലോ. എന്നിട്ട് ചെറിയൊരു ഗ്ലാസ് കുടിച്ചു. എല്ലാവർക്കും ഷുഗറും തേങ്ങയും. ഇപ്പോൾ ഇതേ പരിപ്പ് പായസം പോലെയല്ലോ, ഇത് വലുതല്ലേ. അപ്പൊ ഇത് വെന്ത് കഴിയുമ്പോ കുറെ ആവുമ്പോ കട്ട പോലെ ആവുമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. നോക്കിയിട്ട് ഇത്രക്ക് വേണോന്ന് നോക്കിയിട്ട് ഇട്ടാ മതി കേട്ടാ. നോക്കിയിട്ടില്ല പരിപ്പ് ഇത്രക്ക് വേണോന്നേ. കളറ് മാറി വരുന്നു കേട്ടാ. വെള്ളം കഴുകിയ കഴുകിയിട്ട് വറക്കണ കാരണം ആ നനവ് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നനവൊക്കെ വിട്ടു ബ്രൗൺ കളറിലേക്ക് കിടന്നു തുടങ്ങിയിട്ടാ. ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ കരിച്ചിട്ട് വരും. കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുക്കറിലാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് സരിത വിസിലടിപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ. നമ്മളത് ഒരു വിധം കളറായി തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറക്കാം. നമുക്ക് ഇറക്കിയിട്ട് നമുക്കത് കോരി എനിക്കിങ്ങനെ ശരി
മതി ചേട്ടാ, അത്രയ്ക്ക് വേണ്ട ചേട്ടാ. ഇനി ആയി കഴിഞ്ഞാൽ അതിന്റെ കളർ ഇപ്പൊ എന്നെ കരിഞ്ഞ പോലെ ആയി തുടങ്ങിട്ടാ. പായസത്തിന്റെ ടേസ്റ്റ് തന്നെ പോവും. മതിന്ന് ഇങ്ങനെ ചെരിച്ച് പിടിക്ക്, ഞാൻ എനിക്ക് ഇടാം. കറുത്ത കുത്തുകൾ ഉണ്ടാവണം അതിൽ. ചേട്ടനൊക്കെ കരിഞ്ഞതാ ഇഷ്ടം, എന്നിട്ട് പറയുമ്പോ ഉരിഞ്ഞതാന്ന്. ആ ഉണ്ണിയപ്പം കണ്ട കരിച്ചു വെച്ചാണത്, കുറച്ചെണ്ണൊക്കെ കരിഞ്ഞുണ്ട്, എന്നിട്ട് പറയുമ്പോ ഉരിഞ്ഞേക്കണതാണ്. കരിഞ്ഞ ടേസ്റ്റ് ഇല്ലേ, കരിഞ്ഞന്റെ ഒരു കരി എന്ന് പറയാ, അത് ചേട്ടന് നല്ല ഇഷ്ടമാണ്. ഓ അതിങ്ങനെ ഇങ്ങനെ പിടിച്ചാ ഞാൻ അതിങ്ങനെ കോരിങ്ങനെ ഇട്ടാനെ, ഇങ്ങനെ ചെരിച്ചിങ്ങനെ പിടിച്ച കയ്യിലോണ്ട് ഇടണം. അപ്പൊ അത് വേണ്ടേ? അല്ല ഭയങ്കര ചൂടായി സാധനം. പിന്നെ അടപ്പത്തല്ല ഇരുന്ന് ഓടുന്ന ചൂടുണ്ടാവില്ലേ? കൈ കൊണ്ടിട്ട് എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, വേവിക്കാൻ പോവാണ്. മതിയില്ലേ? മതി. സരിതത് വേവിക്കട്ടെ, വേവിച്ചിട്ട് അടുക്കളയിൽ വേവിക്കാം, കുക്കർ അല്ല സ്റ്റൗമേ. വിസിലടിച്ച സാധനം സരിത കൊണ്ടുവരുന്നുണ്ട്. വെന്താ? ആവോ, തുറന്നു നോക്കി എല്ലാം അറിയാം. ഞാൻ ഒരു വിസിലടിച്ചപ്പോ സിമ്മിലിട്ടു 5 മിനിറ്റ് ഓഫാക്കി. തുറന്നിട്ടില്ല ചേട്ടാ, കുറച്ചും കൂടി ഉണ്ടാവും പോവാൻ. എന്തെങ്കിലും ഒരു പഴം വനജ എന്തെങ്കിലും തിളക്കത്തില് അതുപോലെ അത്ര അതാലോചിക്കായിരുന്നു. ചില സമയത്ത് വായിലും ഒന്നും കിട്ടില്ല, പേരുകളാണല്ലോ ആദ്യം മറന്നു പോണത്. അത് അങ്ങനെയല്ല, അത് ആൾക്കാരെ പേരല്ലേ നമ്മൾക്ക് ഓർമ്മ. ചില ആളുകളെ കാണുമ്പോൾ അവരെ പരിചയം ഉണ്ടാവും, പക്ഷെ അവരെ പേരങ്ങോട്ട് പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ ഇതൊക്കെ മറക്കണം നമുക്ക് കുഞ്ഞിതിലുള്ളതാ. ചില സാധനങ്ങളുടെ പേരങ്ങോട്ട് വരില്ലേ വായിൽ. ഞാൻ കുറെ കഴിച്ചു കേട്ടാ, ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാം. തൊണ്ടയില് കറി. ഇതിന്റെ കറി എന്താ കാര്യം? കറിയാണതിന് നമ്മൾ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ദൈവമേ മറക്കലോ. വല്ലവരുടെ പേരാണോ? ചെമ്പകം. ഇപ്പൊ 4 പൂവ് അങ്ങോട്ട് കിട്ടിയിട്ടാ. 4 പൂവ് കിട്ടി ചെമ്പകം. ഒരെണ്ണം വാടി കരിഞ്ഞ് കളയാറാകുമ്പോഴത്തേക്ക് അടുത്ത് വിരിഞ്ഞുണ്ടാവും. കൈ കഴുകാൻ കേട്ടോ, ചെമ്പകം കാണിക്കാനില്ല. എയർ പോയിന്റ് നമുക്ക് നോക്കാം വെന്തുണ്ടോ എന്നിട്ട്. വേവണം. വെള്ളം വറ്റിയില്ല. അടി പിടിച്ചാ? അടി പിടിച്ചിട്ടില്ല, പക്ഷെ ഒരു തുണ്ട് വെള്ളം പോലും ഇല്ല. ഇല്ല, ഉടഞ്ഞു തുടങ്ങി. അതുപോലെ ഉടയണം. ഒരു വട്ടം കൊണ്ട് ഇത്തിരി വെള്ളം കൊണ്ട് വെച്ചിട്ട് വേവിച്ചുകൊണ്ട്. ശരി, ഒരു വിസിലടിച്ച് 5 മിനിറ്റ് സിമ്മിലിട്ടാൽ പോരാ. അപ്പൊ ഒരു വിസിൽ കൂടി അടുപ്പിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊണ്ടാ മതി. 5-6 മിനിറ്റ് വെച്ചാൽ മതിയാ? വീണ്ടും ഇനി പെട്ടെന്നാവും. ഇത്തവണ അതിൻ്റെ ഒന്ന് വിചാരിക്കുന്നു. എന്തൊരു അടിപൊളിയായിട്ട് തീ കത്തുണ്ടായിരുന്നു സരിത. എന്തൊരു അടിപൊളിയായിട്ട് തീ കത്തുണ്ടായിരുന്നു പറയാ. കെട്ടൂലേ? കെട്ടിട്ടൊന്നുമില്ലേ, ഞാൻ കണ്ടുണ്ടാക്കി. പായസം ഉണ്ടാക്കല് കഴിയുമ്പോ കത്തിക്കോളും. രണ്ടാമത് നമ്മളൊരു വിസിലടിച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമ്മൾ ഇത് വെച്ചിട്ടാ. ഇനി വെന്തില്ലെങ്കിൽ പിന്നെ ഞാൻ തല്ലി കൊല്ലും. നേരം വെന്തുണ്ട്. അങ്ങനെ മതി, ഉടക്കിയ നമുക്ക്. അതോടയില്ല, അതോടയില്ല. നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ പരിപ്പ് പായസം വെച്ചിട്ടേ വെന്തുണ്ടായിരുന്നില്ല. എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടത് ശർക്കരയിലിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയോട് കൂടി അത് ഒന്നുകൂടി കല്ല് പോലെ ഓർമ്മയുണ്ടാ? എന്നിട്ട് പരിപ്പ് വേറെ ഇല്ല ചേട്ടാ, അത് മര്യാദക്ക് ഒരു കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ഓഫാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും തിരക്ക് പിടിച്ച് ഓടി വന്നതാ. ഇല്ലേ, ഉടയുണ്ട്. ഇനി ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവും. ഇത് നോക്കിയിരുന്ന ഇതാവുന്ന ഇത് എന്തൊട്ട് നോക്കിയിരുന്നിട്ട് കാണിച്ചു തരാം. തുടങ്ങിയോടങ്ങണ്ട ഒന്ന് ഉടക്കാട്ടെ നമുക്ക്. പറഞ്ഞ് മനുഷ്യൻ വായലത്തെ വെള്ളം വറ്റിക്കാന്നല്ലാണ്ട് വേറെ യാതൊരു പ്രയോജനമില്ല. ഞാൻ സിമ്മിലിട്ടിട്ട് അവിടെ ഇതെന്നുള്ളോ അതിന്റെ പിന്നാലെ ഓടി വന്നേ. 5 മിനിറ്റിലും നോക്കി നീ ഇങ്ങോട്ട് വാ സരിത, ഇങ്ങോട്ട് വാടി. വെന്തുണ്ട് ഇത് ഇങ്ങനെ കഷ്ണം പോലെ നോക്കി ഉടഞ്ഞു. നോക്കി ഇങ്ങോട്ട് വാ. നോക്കിയ ഇതാട്ടാ എങ്ങനെ നോക്കിയേ, കണ്ടോ ഉടഞ്ഞു. കണ്ടോ അടിപൊളി. അടിപൊളി. അതെന്നിട്ട്
കേട്ടോ ഇങ്ങനെ ഈ ലെവലാവണം കേട്ടോ. നമുക്ക് ഇത് വെന്ത് ഉടഞ്ഞിട്ടില്ലെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിലോണ്ടില്ലേ നോക്കിയാൽ ഇതിങ്ങനെ ഇട്ടിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഉടയും. കടലപ്പരിപ്പിന് അങ്ങനത്തെ ഒരു കുഴപ്പം തോന്നും. അപ്പോൾ സെറ്റായിട്ടാ. അപ്പോൾ നമുക്കിനി പായസം വയ്ക്കാം. അപ്പോൾ നമ്മൾ പായസം വയ്ക്കാൻ പോകണ വീണ്ടും നമ്മൾ പായസത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര നീര് മറയൂർ ശർക്കരയാണ് ഉരുക്കിയത്. ഒരു 450 ഗ്രാം ഉണ്ട് കേട്ടോ. അത് ഒഴിക്കുന്നു. ഈ സ്റ്റൂള് വാങ്ങിച്ചപ്പോൾ ഒരു സ്റ്റൂളും കൂടി വാങ്ങിച്ചിരുന്നു. ഓരോടി ഞാൻ വാങ്ങിച്ചുകൊണ്ടിരും. ഇതിപ്പോൾ ഒരാൾ ഉയരത്തിലിരിക്കണം, ഒരാൾ താഴ്ത്തിരിക്കണം. നീ ഉയരത്തിലിരുന്നോ? അതിപ്പോൾ ചേട്ടാ പായസം കഴിക്കണമായിരുന്നല്ലേ. മീൻ കൂട്ടാനാണ് ഇപ്പോൾ വയ്ക്കണമെന്ന് വെച്ചെങ്കിലോ ഞാനല്ല അത് വിരിക്കുക. ഇരിക്കണം. ഇനി നമ്മുടെ കുക്കറിൽ ഇത് വേവിച്ച് കൊണ്ടിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഉടഞ്ഞുണ്ട് കേട്ടോ ചെറുതായിട്ട്. ചിലതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു അങ്ങനെ അല്ല, അത് വെന്തിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പിന് അങ്ങനത്തെ ഒരു ദൂഷ്യമുണ്ട്. നമ്മളന്ന് വരിക്കാശ്ശേരി മനയിൽ വെക്കാനായിട്ട് ഇത്ര കഷ്ടപ്പെട്ടു എന്നറിയും ഇത് വേവിക്കാനായിട്ട്. ഓർമ്മയില്ലേ? നമ്മുടെ ചട്ട കിടക്കണം, നമ്മൾ കിടക്കണം കേട്ടോ. പരിപ്പ് കൂടുതലല്ലേ? പരിപ്പ് കൂടുതലൊന്നുമില്ല. ഇത് ഇളക്കാം, വരട്ടിയെടുക്കണം. തീ നന്നായി കത്തിക്കില്ല കേട്ടോ. ഞാൻ ശരിക്ക് ഇളക്കാം. ചിലത് കടിക്കാൻ ഉണ്ടാവണല്ലോ. അല്ലെങ്കിൽ രസമല്ലേ കുറുക്ക് പോലെ കടിക്കാനുണ്ടാവണം പരിപ്പ്. ഒരുവിധമൊക്കെ ഒരു 90% ആയിട്ടുണ്ട്. നമ്മൾ പരിപ്പ് അതിൽ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എന്തിട്ടില്ലാന്ന് വിചാരിക്കും. പക്ഷെ അത് എങ്ങനെയുണ്ട് ഇപ്പോൾ ഉടഞ്ഞാണ്ട് ആ സാധനം ഇട്ടിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ നായിക്കാൻ എനിക്ക് തെറ്റുപറ്റി. അതൊന്നും കുഴപ്പമില്ല. തെറ്റ് മനുഷ്യ സഹജം. ആർക്കും തെറ്റ് പറ്റും. തെറ്റ് പറ്റാത്ത ഒരാളുണ്ട്. പക്ഷെ ആരാ? ചേട്ടൻ. ആര് പറഞ്ഞു? എൻ്റെ തെറ്റുകളൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമാലയത്തിൻ്റെ അത്രയ്ക്ക് ഉയരണ്ടാവും. പക്ഷെ അത് സമ്മതിച്ചു തരില്ല. ആര് സമ്മതിച്ചു തരില്ല? മൊത്തത്തിൽ പറയും ചേട്ടൻ. തെറ്റ് പറ്റണ കാര്യമൊക്കെ ചേട്ടൻ മൊത്തത്തിൽ പറയും. പിന്നിലുണ്ട് ഞാൻ പറയണില്ലേ. പക്ഷെ ഒരു തെറ്റ് പറ്റിയത് ഇപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു തരില്ല. ആരാ പറഞ്ഞു? പറയുമ്പോ ഇങ്ങനെ പറയും, എനിക്കിഷ്ടം പോലെ തെറ്റ് പറ്റില്ലോ, എനിക്കത് തുറന്നു പറയാൻ ഒരു മടിയില്ല. പിന്നെ എന്റെ പിഴകളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്നത് ഇവിടെ. എന്തൊരു പൈസയിൽ കത്തുണ്ടായിരുന്നേ. തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യം. ചേട്ടർക്ക് എടുത്തിട്ട് വിറക് നീക്കി വെച്ചില്ലേ? ഇനി ശരിയാണം. നോക്കിയാൽ എന്തൊരു ഭംഗിയായിട്ടാ വരട്ടി വരുന്ന. നോക്കിയേ സരിത, നോക്കിയാൽ വെള്ളമൊക്കെ വെച്ച് തുടങ്ങിയണ്ട. ഇതാ കുഴമ്പ് പരുവായില്ലേ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ മാത്രമുള്ള ഈ കടലപ്പരിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടാ. അതൊരു രസമാണ്. പാലെടുക്കാല്ലേ? രണ്ടാം പാല് ആയിട്ടില്ല, കുറച്ചുകൂടി പറ്റട്ടെ. ഇനി പറ്റട്ടെ. നന്നായിട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കടലപ്പരിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് മധുരം കയറില്ല. ചിലതും ചെയ്യും. ഈ ചട്ടകം ഇങ്ങനത്തെ ചട്ടകം തന്നെ വേണം കേട്ടോ. മരക്കയിൽ പറ്റില്ലേ? മരക്കയിലുകൊണ്ട് ആക്കി കഴിഞ്ഞ് ശരി. പായസം ഇളക്കുമ്പോൾ ഇങ്ങനത്തെ ചട്ടകം തന്നെ. നമ്മൾ 2 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. ഇത് 2ാം പാല് ആണ്. നല്ല അത്യാവശ്യം കട്ടിയുള്ള പാലിന് കേട്ടോ. ഇത് നമുക്ക് ഇത്തിരി ഒഴിക്കാം. ശരി തിളയ്ക്കാം, ഒഴിക്കാം. അത്യാവശ്യം നന്നായി വറ്റി പഞ്ചാമൃതം പോലെ ഇട്ടാ കണ്ട. അപ്പോൾ നമുക്ക് ഇത്തിരി അയ്യോ പൊത്തി പോയാ അത് നിലക്കി സെറ്റായിട്ട് അടുത്ത ഭാഗം ഒഴിക്കും. നന്നായി തീ കത്തിക്കണം കേട്ടോ. ഞാൻ തീ കത്തിക്കുന്നത് മസാല ദോശ ഹോട്ടലിൽ ഒറ്റയ്ക്ക് ഒരാൾ മസാല ദോശ ഉണ്ടാക്കുന്ന ആളല്ലേ കേട്ടില്ലേ? അകത്തേക്ക് നോക്കിയിട്ട് പറയും ആരെങ്കിലും മസാല ദോശ വേണമെന്ന് പറഞ്ഞ ആള് അകത്തേക്ക് വിളിച്ച് പറയും. എല്ലാ പഴയ ഒരു ഫലിതം പോലെയാണ്. ഒരു മസാല എന്ന് പറയും. എന്നിട്ട് ആൾ ഇവിടെ തട്ടിമുട്ടി നിന്നിട്ട് അടുക്കളയിലേക്ക് സൂത്രത്തിൽ ഒറ്റ പോക്കാണ്. എന്നിട്ട് ആളിന് അവിടെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. വേറെ പണിക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേ പറയുമ്പോഴേക്കും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചിട്ടേ. ഇതിന് 4 പാല് ഇതിന് 4 പാല് അധികം 3 നാളികേരത്തിൻ്റെ പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അടപ്രഥമൻ്റെ പോലുള്ള ഒരു കളറല്ല ഇനി വേണ്ടത്. ഒരു മറ്റേ ഡാർക്ക് കളറാണ്. കറുത്ത ശർക്കര ഉപയോഗിക്കുക. നല്ല കറുത്ത ശർക്കര ഉപയോഗിക്കുക. എന്നിട്ടത് ആ പരിപ്പ് കരിഞ്ഞത് വേണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? കരിഞ്ഞത് വേണമെന്ന്. നല്ല രസം. ഇതിന് ഇതിലേ ഒരു 3/4 ഭാഗം എടുത്തിട്ട് മിക്സിയിൽ തന്നെ അരച്ചിട്ട് കൊണ്ടുവരായിരുന്നു. ചിലവരൊക്കെ അങ്ങനെ ചെയ്യും. പരിപ്പേ
അപ്പം ഇതിങ്ങനെ കെടുക്കില്ലല്ലോ, ഇതിങ്ങനെ കടാ ചെറിയ ചെറിയ ഇതുള്ള എല്ലാം കൂടി കുഴമ്പ് ഉരുവാക്കാൻ പാടില്ല. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വർഷകാലത്തെ തീരെ പുലി വില പിടിച്ച കത്തിയില്ല അടിപൊളിയായിട്ട്. നമ്മളെനിക്കൊരു നുള്ളു ഉപ്പിടുന്നുണ്ട് കേട്ടോ. കമത്തി പിടിച്ച ആൾക്ക് അത് മലർത്തി പിടിച്ചിട്ട് ഇളക്കണം, അങ്ങനെ ഇളക്ക്. മൂക്കുത്തി വീഴും. ഞാൻ മൂക്കുത്തി വീഴുന്നില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ? ഇളക്കിയ പോലെ അങ്ങനെയല്ല. എല്ലായിടത്തും ചൂട് ഇങ്ങനെ ഇതാവാല്ലേ? കറക്റ്റായിരിക്കണം. നമ്മൾ ഇളക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേവ് ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. ശരി കേട്ടോ. പായസത്തിൻ്റെ കാര്യത്തിൽ ചേട്ടനെ വെട്ടാൻ ഒരാൾക്കും പറ്റില്ലേ അല്ലേ ചേട്ടാ? പാചകത്തിൽ പായസം വെച്ച് ചേട്ടൻ നല്ല എക്സ്പേർട്ടായി. ഇത്ര നേരം കുഴപ്പമുണ്ടാക്കിയത് ഇതാ. അതെടുത്തൊരു എറു കൊടുക്കപ്പോ. ഇത്ര നേരം കത്തിയതും പോരാ, അത് ഇത്രയും വലിപ്പുള്ള കാരണം അടുപ്പിലേക്ക് കിടക്കാണ്ടല്ലേ. രണ്ടാക്കി ഒന്നായി ഇവനെ രണ്ടായി ഒന്നായി ഇവനെ രണ്ടായി ഏതിക്കൊള്ളും. എന്താ ഒരു ഹാ കേട്ടോടൊന്നുമില്ലേ? എന്നിട്ട് ഒരു ഹാ കേട്ടോടൊന്നുമില്ലോ എന്റെ ഇടയിൽ. ഹാ എന്ന് പറഞ്ഞോ ഒന്നായി ഇവനെ മനസ്സിലായി. ചേട്ടൻ ഉദ്ദേശിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായി. എന്നിട്ടാ നേരത്തെ പായസം നല്ല ഭംഗിയിൽ വന്നിറങ്ങിയിട്ടാ, കട്ടിയിൽ വന്നിറങ്ങി മഴയോടൊപ്പം. നമ്മുടെ പായസം ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കേണ്ട പരിവാവും കേട്ടോ. ലെവലാവും, വറ്റി വരുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ ഇങ്ങനത്തെ പായസത്തിൽ നമ്മൾ നാളികേര കൊത്തല്ലേ വറുത്തിടുക? അപ്പം എന്താ ഉണ്ടിപ്പരിപ്പോ? വ്യത്യസ്തതയ്ക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ് മതി എന്ന് പറഞ്ഞു, വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് നാളികേരം ഇനി പൊതിക്കാനായിട്ട് മടിയായിട്ടല്ല, സത്യത്തിൽ അതന്നെയാണ് കാരണം. നമ്മൾ ഈ പായസത്തിൽ നാളികേരക്കൊത്താണ് ഇടുക, നാളികേരക്കൊത്ത് മൂപ്പിച്ചാണ് ഇടുക. നമ്മൾ ഉണ്ണിയപ്പത്തിൽ ചെയ്ത പോലുള്ള സാധനം തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളിതിന് അണ്ടിപ്പരിപ്പാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ നാളികേരം വേറെ പൊതിക്കാൻ നിൽക്കണേ, അത് പൊതിച്ച് അയ്യോ ഈ കുടില് ഇങ്ങനത്തെ ഉറുമ്പ് ഉണ്ടായിരുന്നില്ല ചേട്ടാ, കുനിയൻ ഉറുമ്പ് എത്തിയ അങ്ങോട്ട് കുനിയൻ ഉറുമ്പ് വന്നു തുടങ്ങി. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഇളക്കി ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും അതിൻ്റെ അവല് സരിതാ 3/4 മണിക്കൂറായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഏലക്കായ്പ്പൊടി ചേർക്കാം. ഏലക്കായ പൊടി ഇരുന്നു. പിന്നെ ഞാൻ ജീരകം ചിലപ്പോൾ ഇടാറുണ്ട്. ഒരു തരി മതി, ലേശം ഇട്ടില്ലേ കുഴപ്പമില്ല കേട്ടാ. ഒരു പൊട്ട് ജീരകം ഒരു നുള്ളു, അതൊക്കെ കയ്യിലും കിട്ടും, അതൊക്കെ അതിലേക്ക് പോയിടും. ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി 1/4 പാലെടുത്ത് തരുക. 1/4 പാലെടുത്ത് കയ്യിലുമ്മല കുറേ ഇരിക്കണം കണ്ട. അവരതേ പോകണു. ചേട്ടാ നാളികേരത്തിൻ്റെ 1/4 പാലാണ്, കട്ടിപ്പാലാണ്, വെള്ളം ഒഴിക്കാത്ത പാലാണ് കേട്ടോ. അതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു തളിയൊന്നും വരേണ്ടത് നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഇറക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ നല്ല ഉരുളിക്ക് നല്ല ചൂടുണ്ടാവില്ല, അതിലിരുന്നിട്ടായോളൂ കേട്ടോ. നാളികേരം പാലിൻ്റെ കട്ടി കണ്ട, അതല്ലേ ഓരോ തുള്ളി വീണത് കണ്ടാ. അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയാ അല്ല അരിപ്പൊടിയിലെ മറ്റേ അരി കലക്കിയിട്ട് ഇങ്ങനെ വീഴ്ത്തില്ലേ. ഇനി ഒരു തിളയിലേക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരട്ടാമിക്ക് ഇറക്കി വെച്ചിട്ട് കാച്ചാം. നല്ല കളറുണ്ട്, ഡാർക്ക് കളറുണ്ട്. തിള വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇറക്കാം. ഇനി ചൂട് ഇതിന് ചൂട് നന്നായിട്ട്. അയ്യോ ഈ പായസം ഭയങ്കര അപകടമാണ്. നമുക്ക് കാച്ചാം. ഈ സാധനം അടപ്പത്തേക്കിനും ആകുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ പാത്രം ചൂടാകുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മൂപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ചൂടായില്ലോ. അത് കുഴപ്പമില്ല. നെയ്യ് ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് കുറവായിരുന്നു. എനിക്ക് അണ്ടിപ്പരിപ്പ് സരിത എങ്ങനെയാണ് കഷ്ണങ്ങളാക്കിയതുണ്ട്. നെയ്യ് കുറച്ചുകൂടി വേണം. നെയ്യ് ഇത്ര മതി. ഇപ്പോൾ 2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു, ചെറിയ ടീസ്പൂണിലാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് മറ്റേത് പരിപ്പ് വറക്കാനായിട്ട് എടുത്തില്ലേ, ഇപ്പോൾ 2 ടീസ്പൂൺ ആയില്ലേ. അത്ര മതിയല്ലേ? അത്ര മതി. നെയ്യിൻ്റെ കുത്ത ഭാരമാവണ്ടാന്ന് വെച്ചിട്ടുണ്ടാ. പിന്നെ ഒരു ചുക്ക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഭയങ്കര ചൂടായില്ലോ കേട്ടോ. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്നു. ഉണക്കമുന്തിരി ഇടുന്നില്ല, ഉണക്കമുന്തിരി സരിതിക്ക് ഇഷ്ടമില്ല.
നല്ല ഇവിടെ ഇല്ലല്ലോ അതിന്. ഉണ്ട് എന്തോരം വേണേലും ആ അയ്യോ ഇരിക്കണ്ട് ഒരു കവർ ഒരു ഉറ നിറച്ചിരിക്കണ്ട് ഫ്രിഡ്ജില്. അത് വേണ്ട വെച്ചിട്ടാ ഞാൻ. അതൊരു പുളിയല്ലേ? അത് അപ്പാ കുടിക്കില്ല. എന്താ പായസത്തിലേക്ക് ആ കയ്യിൽ മാറ്റി തരുതേ. അത് മാറ്റുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവും. അപ്പം പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. നമ്മൾ അങ്ങനെ നമ്മുടെ കടലപ്രഥമൻ സെറ്റായി. പക്ഷെ ഇതില് നാളികേരക്കൊത്തായിരുന്നു കൂടുതൽ അഭികാമ്യം. അതെനിക്കറിയാം, ചേഞ്ച് വേണമല്ലോ. നാളികേരം മുറി ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇപ്പൊ ഇത്ര സമയം വെറുതെ ഇരുന്ന സമയം ഞാൻ അതിരുന്നേട്ടാ. ഇനി ഒരു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞില്ല. പിറന്നാളുകാരൻ ജഗുനി വിളിച്ചുകൊണ്ട് പോവാ. പായസം കുടിച്ചിട്ട് ലാങ്കി എന്ന് പറയണ സാധന ഒരു മണം എന്ന് പറയണതില്ല. ഇവിടെ വല്ല മണം ഉണ്ടാ? അതിങ്ങനെ കളറ് പച്ച കളറിൽ തന്നെ ഇരിക്കും. ചിലതിനൊരു മഞ്ഞപ്പുണ്ടാവും. അവിടെ ഗ്ലാസ് വിളിച്ചപ്പോഴേ ജഗ് പറഞ്ഞു കേട്ടാ വേണ്ടാന്ന്. എന്നിട്ട് പായസം അത്ര നല്ല പായസം കുടിക്കാൻ നീ കുടിച്ചു നോക്കിത്. ഇത്തിരി ഒരു സ്വല്പം കുടിച്ചാൽ മതി, അധികേശ വേണ്ട. നമ്മൾ പായസം ചൂടുണ്ട്. നമ്മൾ ഇതുപോലത്തെ പായസം ഒന്നും ജന്മത്തിൽ കിട്ടില്ല, ഇത്രയും ടേസ്റ്റ് ഉള്ളത്. ഓരോ കയ്യിൽ വീതം ഒഴിച്ചാൽ ആദ്യം ഒഴിക്കാം സരിത. എന്നിട്ട് ആവശ്യമില്ലെങ്കിൽ ചൂട് ഭയങ്കരല്ല, അതാണ് പേടി. എനിക്കിത്തിരി കൂടുതൽ ഒഴിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ ഇത്തിരി കൂടുതലായിക്കോട്ടെ. എൻ്റെ അല്ലേ പിന്നീട് ടേസ്റ്റ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ചൂടാക്കാൻ എനിക്ക് എന്നെ തന്നെ നല്ല വിശ്വാസമാണ്. അങ്ങോട്ട് കൊണ്ടുവച്ചു ഫാൻ്റെ അടിയിലൊന്ന് വയ്ക്കാം, ചൂടാക്കാം പെട്ടെന്ന്. നമ്മുടെ പായസം ചൂടുണ്ട് കണ്ട, നല്ല ഡാർക്ക് കളറാണ്, നല്ല രസമാണ് കാണാനായിട്ട്. കാണാൻ നല്ല ഭംഗിന് അവരെ പായസം എടുത്ത് വരുന്നു. അവർ സരിത പറയാ ചൂടാറാണ്ട് എങ്ങനെ കുടിക്കാന്ന്. എന്നെ കൊണ്ട് പറ്റില്ലേ ചൂടാറാണ്ട് കുടിക്കാൻ. അപ്പം അടുത്ത് വരാടുന്നില്ലേ ചൂടുള്ള സാധനം പിടിച്ചെന്ന് ചേട്ടൻ കുടിക്കി. പിറന്നാളുകാരൻ കുടിക്കി. നിനക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയേക്കണ പായസം പോലെ. അതെ എത്ര ടേസ്റ്റാ. പരിപ്പ് പായസം വലിയ വ്യത്യാസമില്ല കേട്ടാ. കടലപ്പരിപ്പല്ലേ അമ്പോ, മധുരൊക്കെ പാകത്തിന് സൂപ്പർ പായസം. ചെല്ല് കുടിക്കണെടുത്തിട്ട് നിങ്ങളുടെ ഗ്ലാസ്സുകൾ എടുത്തിട്ട് തേങ്ങ ഒരു ഗ്ലാസ് ഉണ്ണീരെടുത്തോ. മേരി ചൂടുണ്ടാവും. ഇതിൽ ചൂടുള്ള സാധനം നമ്മ മനുഷ്യന്മാർ തിന്നില്ലേ. ഇത് വലിയ അത്ര ചൂടൊന്നുമില്ലേ. എന്തിന് പായസം കുടിക്കുന്ന ചിരി കുടിക്കൂ. എത്തിയ വയലിക്ക് ചൂടില്ലേ? നിങ്ങളുടെ അത്രയ്ക്ക് ചൂടുണ്ടാവില്ലേ, ഞങ്ങളുടെ കുറവുള്ള കൂടുതൽ. ആവി പോണ നല്ല രസം. കുടിക്കാൻ പറയുമ്പോ ആവിയിലെ കണക്ക് പറയാം. മനുഷ്യൻ്റെ ക്ഷമ കേട്ടു. എനിക്ക് ഇവരെ അഭിപ്രായം കേൾക്കാനേ. ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നേ. ചായ ഒക്കെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവി പോണെന്ന് എനിക്ക് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരിക്കും. നിങ്ങൾക്കാർക്കും ഒരു ശല്യമില്ലല്ലോ, ഞാനല്ലേ നോക്കിയിരിക്കണ്. ചേട്ടനോട് കുടിക്കണ്ടെന്ന് പറയണല്ലോ. ചേട്ടൻ കുടിച്ചോ, നല്ല ചൂടുണ്ട്. ആയമുള്ളൂ. ബെല്ലിസിനോട് തൊള്ളട്ടാ പായസം, അടിപൊളി പായസം. അതിൻ്റെ രസമുണ്ട്. പണ്ടത്തെ സദ്യകൾ ഓർമ്മ വരുന്നില്ല? ഇല്ല. അല്ല സദ്യക്ക് ഇങ്ങനത്തെ പായസം കുടിച്ചിട്ടില്ല. മധുരത്തിൽ കൂടുതല, അത്ര മധുരം വേണ്ട. പച്ചളം ചോദിക്കും മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ. അല്ല എന്നാലും ഇത്ര വേണ്ട, ഇത് ഇത്തിരി കൂടുതലാട്ടാ മധുരം. കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ബാക്കിയൊക്കെ ഓക്കെ. ഇവിടെ എന്തെങ്കിലും കുറ്റം പറയണ്ടിട്ട് പറഞ്ഞാ? അയ്യോ അല്ല, എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞതാ. നല്ല മധുരമുണ്ട്. നമ്മൾ 450 ഗ്രാം ശർക്കരയാണ് ചേർത്തത്, 250 ഗ്രാം പരിപ്പിടിക്ക്. ഇങ്ങനെ ഇളക്കി കുടിക്കുക. അപ്പോൾ ഈ പരിപ്പും കൂടിയും കിട്ടില്ല. പരിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് അണ്ടിപ്പരിപ്പാണ് കിട്ടിയത് മുഴുവൻ, കടലപ്പരിപ്പ് കിട്ടിയില്ല. അതിനെ ഇളക്കി കുടിക്കണം. അങ്ങനെ ജഗ്ഗുവിൻ്റെ പിറന്നാൾ ഞങ്ങൾ പായസം ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു. അവൻ വെറുതെ മൊത്തി ആ ക്ലാസ് എന്തെങ്കിലും കുടിക്കടാ. മറ്റേ കേക്കല്ലേ വേണ്ട നിനക്ക്? ഡ്രീം കേക്ക് നീയല്ലേ പറഞ്ഞ പാലട വേണമെന്ന്? പിന്നെന്തിട്ട് വേണ്ട നിനക്ക്? പറഞ്ഞോ, നിനക്ക് വേണ്ട സാധനം പറഞ്ഞോ.
പായസം തന്നെ കുടിക്കണമെന്നില്ല, പായസം ഇഷ്ടമില്ലാത്തവര് വേറെ എന്തെങ്കിലും കുടിക്കും. എനിക്ക് ഇഷ്ടമുള്ള സാധനം പറഞ്ഞു വാങ്ങിച്ചു തരാം. അപ്പോൾ നമ്മുടെ പായസം കൂടി കഴിഞ്ഞു. ചൊറിയുണ്ടോ അവിടെ? വീട്ടുവിശേഷം നാട്ടുവിശേഷം പിന്നെ പറയാം. അടിപൊളി പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ജഗുവിൻ്റെ പിറന്നാളെ മിന്നിച്ചു നമ്മൾ പായസം കുടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ സന്തോഷകരമായ പായസം വെപ്പ്. അപ്പോൾ നിങ്ങളുടെ ഈ പായസം കടലപ്രഥമൻ വെച്ച് നോക്കി നോക്കുക. ഇതിന് പകരം പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പരിപ്പ് വർഗത്തിലുള്ള എല്ലാ പായസങ്ങളും ഇതുപോലെ വറുത്ത് വേവിച്ച് ഇതുപോലെ ശർക്കര നീരൊക്കെ പരട്ടി, അല്ല ശർക്കര നീരിലൊക്കെ ഇട്ടിട്ട് പരട്ടി എടുത്ത് നാളിലും പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പായസം. അല്ല, നമ്മുടെ സാമ്പാർ പരിപ്പ് കൊണ്ടുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഉണ്ടാക്കാലോ. ഒരാളൊരു ചുക്കും പറയില്ലേ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.